ഒരുപാട് സ്ട്രെസ്സോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമോ എനിക്ക് ഒരുപാട് കരച്ചിലൊക്കെ വരുന്ന ദിവസം ഞാൻ കരയും, അമ്മാതി കരയും. കരഞ്ഞിട്ട് ഞാൻ തന്നെ അന്ന് നല്ല വൃത്തിക്ക് സാരിയൊക്കെ ഉടുത്ത് ഭയങ്കരമായിട്ട് ഒരുങ്ങും. അതായത് കണ്ണെഴുതി ഫോട്ടോക്കെ തൊട്ട് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കും. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഓവർകം ചെയ്യുന്നതിന്റെ ഒരു സ്റ്റെപ്പാണ്. മനസ്സിലായി? എന്നെ സംബന്ധിച്ച് ഒരു സ്റ്റെപ്പാണത്. എനിക്ക് എന്നെ മറ്റൊരാൾ എന്നെ സുന്ദരിയാവണമെന്ന് പറയണം എന്നല്ല, അവർ നോക്കുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരാളുടെ മുഖത്തുണ്ടല്ലോ, അതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. ഈ പറഞ്ഞ പോലെ ഈ സൊസൈറ്റി തരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. നാട് എവിടെയാ? പെരുമ്പാവൂർ. എങ്ങനെയാണ്? റിമോട്ട് ഏരിയ ആണോ അതോ ഗ്രാമപ്രദേശമാണോ? ഞാൻ ജീവിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഗ്രാമപ്രദേശം എന്ന് പറയാം. ഗ്രാമപ്രദേശം. ഇത് കല്യാണം കഴിഞ്ഞോ? ഇല്ല, കഴിച്ചിട്ടില്ല. ഇല്ല, ഓക്കെ. അല്ല, ഈ പറയുന്ന ഗ്രാമപ്രദേശത്ത് നമ്മുടെ അതാണ് ഞാൻ ചോദിക്കുന്നത്, 2020-19 മുതൽ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പം ആളുകൾ ഇങ്ങനെ അന്നാണ് ആളുകൾ ഈ കൂട്ടത്തോടെ ആളുകളെ കാണുന്നത്. മറ്റതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ ഇപ്പം നമ്മുടെയൊക്കെ നാളുകളിൽ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഈ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ വരുന്നു, ന്യൂ ഇയറിന്റെ തലേന്നൊക്കെ നമ്മള് ഈ ക്ലബ്ബുകളൊക്കെയാണ് ഓണാഘോഷ പരിപാടി. അപ്പൊ അവിടെ സിനിമാറ്റിക് ഡാൻസ് മസ്റ്റ് ആണ്. ഞാനൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ആ ഒരു ഇതിലാണ് ആളുകളെ കാണുന്നത്. അത് ആ നാട്ടിലുള്ളവർക്കേ കാണത്തുള്ളൂ. പക്ഷെ മിഥുൻ എന്ന് പറഞ്ഞ പെരുമ്പാവൂരുകാരനെ ഈ ലോകം മുഴുവൻ അന്നേരം ഇപ്പൊ കാണുവാണ്. മനസ്സിലായോ? അപ്പൊ ഇതുപോലത്തെ കുറെ ആൾക്കാരെ കാണുമ്പോ, അതായത് ഈ സമൂഹം നൽകുന്ന ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അവിടെ ഈ സമൂഹത്തിന് വിരുദ്ധമായിട്ട്, ഞാൻ അങ്ങനെ വിരുദ്ധമാണെന്നല്ല, അവരുടെയൊക്കെ ഒരു കൾച്ചറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചർ എന്നല്ല, ഇങ്ങനെ ബോയ്സ് ഡാൻസ് ചെയ്യാം, അത് ബ്രേക്ക് ഡാൻസ് ആയിരിക്കണം. അവർ ക്ലാസിക്കൽ ചെയ്യാം, പ്രൊഫഷണലി പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഫെമിനൈൻ ടച്ച് വരാൻ പാടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല 2019 ഒക്കെ ഞാൻ എൻ്റെ ഒരു +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിൽ അധികം ഉണ്ടായിട്ടില്ല. ഞാൻ ബാംഗ്ലൂരാണ് എൻ്റെ നഴ്സിംഗ് പഠിച്ചത് മൊത്തം. ഞാൻ 4 വർഷം ബാംഗ്ലൂരായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്നിട്ട് പോകും എന്നല്ലാണ്ട് വേറെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിക്ക് മാറി. അവിടെ ഞാൻ 4 വർഷം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നാട്ടിൽ വന്ന് ഞാൻ 2 വർഷം ജോലി ചെയ്തിരുന്നു. അതിനുശേഷം ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് ഗൾഫിലാണ്. അപ്പം ഈ ഒരു കാലയളവിൽ ഞാൻ എൻ്റെ നാട്ടിൽ വരുന്നത് വളരെ വിരളമായിട്ടുള്ള സ്ഥലങ്ങൾ. പല ചെറുപ്പത്തിലൊക്കെ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻസും ഒരുപാട് എല്ലാം നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വലുതാകുമ്പോൾ കളിച്ചാലും ആരും നമ്മുടെ മുഖത്ത് നോക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അയ്യ നീ എന്താ അങ്ങനെ കളിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ കളിക്കുന്നത്, അങ്ങനെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മുടെ മറിഞ്ഞിരുന്നിട്ട് പറയുന്നവരുണ്ടാവാം, അത് മനുഷ്യ സഹജമാണ്. നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ ഒരാളെ ചോദിക്കുകയാണെങ്കിൽ എന്റെ ഡാൻസ് കളിക്കുന്ന നോക്കി നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റും. നമ്മളെ പുറകെ നിന്നിട്ട് പറയണതിന് അല്ലെങ്കിൽ ബാക്ക് സ്റ്റാബിംഗ് എന്നാ പറയാം. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമല്ല. നമ്മുടെ മുന്നിൽ നിന്നിട്ട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ നമ്മുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയാണെങ്കിൽ പോലും ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റിനും. ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയും, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു മോട്ടിവേറ്റർ ആണ്. വലിയ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ മോട്ടിവേറ്റർ. എൻ്റെ അമ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. എൻ്റെ അമ്മ മാത്രമല്ല, എൻ്റെ വീട്ടിലെ അച്ഛനും എൻ്റെ വീട്ടിലെ എല്ലാവരും എന്നെ ഇതുവരേക്കും, ഞാൻ ഇത്രയും ഡാൻസും കാര്യങ്ങളും ഇത്രയും ആക്ടിങ്ങും ഒക്കെ ചെയ്യുന്നത്, എൻ്റെ അടുത്ത് ഇതുവരെ നോ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അത് ചെയ്യരുത്, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. വട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ എൻ്റെ വീട്ടുകാരോ ആരും എന്നെ അത് ചെയ്യാൻ പാടില്ല എന്ന് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് തന്നെ എനിക്കൊരു വലിയ സപ്പോർട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ കാണുമ്പം ഒരു നോട്ടം കൊണ്ട് പോലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അതാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ചേച്ചി, ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ എന്തെടുത്തില്ല, ഞാൻ ആരെ ഇതുവരെ നമുക്കറിയാം, ഞാൻ ഓൾറെഡി ചേച്ചിയോട് പറഞ്ഞ പോലെ, നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പല കഴിവാണ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്, അല്ലേ? പല കഴിവും പല രീതിയിലുള്ള സംസാരവും പല രീതിയിലുള്ള നടത്തും. ആരും ഒരു സാമ്യതയില്ല. സാമ്യതയുള്ളതെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മകൻ അതേ ഒരു കാറ്റഗറിയിൽ വരും, പക്ഷെ അവരുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് ഉണ്ടാവാം. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആരെയും വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ ഒന്നും വേദനിപ്പിക്കാൻ പാടില്ല. ഞാൻ ഇതുവരെ വേദനിപ്പിച്ചിട്ടുമില്ല. പിന്നെ കർമ്മ എന്നൊരു സാധനം ഞാൻ വിശ്വസിക്കുന്നു, ചേച്ചി വിശ്വസിക്കുന്ന അറിയത്തില്ല. നമ്മുടെ പണ്ട് ഈ യേശുക്രിസ്തു പറയുന്ന പോലെ കഴിഞ്ഞാൽ, നീ വിതയ്ക്കുന്നതേ നീ കൊയ്യൂ എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ ചെയ്യുന്നത് എന്തോ അത് നിങ്ങൾക്ക് കിട്ടും. അത് ആര് ചെയ്താലും, ഏത് മഹത് വ്യക്തികൾ ചെയ്താലും അത് കിട്ടിയിരിക്കും.
അത് നമ്മൾ അത് തടക്കാൻ നോക്കിയിട്ട് ഒന്നും ആരെ കൊണ്ട് തടുക്കാനും പറ്റില്ല. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്കും എനിക്കൊന്നും പറയാൻ അവരോടും ഇല്ല. ഇപ്പൊ ഈ പറയുന്ന നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഈ വീഡിയോസ് ഒക്കെ ഇറങ്ങി ഇപ്പൊ വീട്ടുകാരോ സമ്മതമാണ്, അവരെവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? കാരണം മിഥുന്റെ ഡാൻസിലെല്ലാം നല്ല മെയ്വഴക്കമുണ്ട്, അസാധ്യ മെയ്വഴക്കമുണ്ട്, ശരിക്കും ഒരു ഫെമിനിയൻ ടച്ച് ഉണ്ട്. എനിക്ക് തോന്നുന്നു നടപ്പുകളൊന്നും ഇല്ല, മൊത്തം ക്ലോസ് ആയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നടപ്പിലും എടുപ്പിലും നല്ല അതായത് ഫെമിനിയൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഭയങ്കര ലാസ്യഭാവമുണ്ട്. അതായത് സ്ത്രീയുടെ ഇത് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ ഏത് ക്ലാസ്സിലാണെന്ന് എനിക്കറിയില്ല, ഞാനൊക്കെ പഠിച്ച ഏത് സമയത്താണ് ദിലീപിന്റെ ഒരു ചിത്രം ഇറങ്ങിയത്. അതിന് മുന്നേ പെണ്ണുങ്ങൾ അല്ല ആണുങ്ങൾ ഇത്തിരി ഈ പറയുന്ന പോലെ ഇവിടെ എന്താ ഷോളൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പാവാടയൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചാൽ തന്നെ പറയും പെണ്ണാച്ചാന്ന് വിളിക്കും. പിന്നെ അല്ലെങ്കിൽ പിന്നീട് ആ പേര് വന്നതിന് ശേഷം ഇവൻ അങ്ങനെയാണെന്നൊക്കെ പറയും. എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും വീട്ടുകാരോടോ അല്ലെങ്കിൽ കുഞ്ഞിനോടോ നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ആരും പറഞ്ഞിട്ടില്ല, എന്റെ വീട്ടുകാരോടും പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഞാൻ ഓൾറെഡി ചേച്ചിയോട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസ് ടു ഫേസ് ആയിട്ട് ആരും നമ്മുടെ അടുത്ത് അങ്ങനെ കളിയാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ എൻ്റെ അമ്മയോടായാലും പോലും എൻ്റെ വീട്ടുകാരോടായാലും പോലും ആരും അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇതും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഇൻ കേസ് അവർ പറയുകയാണെങ്കിൽ പറയട്ടെ, അവരുടെ ആരുടെയും ഒരു എന്താ പറയാ പൈസയിലോ അല്ലെങ്കിൽ എന്തിനോ അല്ല ഞാൻ ജീവിക്കുന്നത് അല്ലേ. എനിക്ക് സർവേശ്വരൻ എനിക്ക് എൻ്റെ കൈയും കാലും ചലിപ്പിക്കുന്നിടത്തോളം കാലം എനിക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ജീവിച്ചു പോകും. ഇല്ലെന്നെങ്കിൽ അത് പിന്നെ ഈശ്വരന്റെ കയ്യിലാണ്, പുള്ളിക്കാരൻ നോക്കിക്കോട്ടെ. ഞാൻ ഭയങ്കര കൃഷ്ണഭക്തനാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞ പോലെ എല്ലാം എൻ്റെ കൃഷ്ണന്റെ അണ്ടറിലാണ്. പുള്ളിക്കാരൻ നോക്കട്ടെ, പുള്ളിക്കാരന്റെ കടമയാണ് എന്നെ നോക്കുക എന്നുള്ളത്. പിന്നെ കർമ്മം ചെയ്യാൻ നമ്മൾ ഈ ഭൂമിയിലോട്ട് വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്തു പോവാ. എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും എന്നെ ഈ ഭൂമിയിലോട്ട് വിട്ടിരിക്കുന്നത്, അത് ചെയ്ത് തീർക്കുക, ഞാൻ മടങ്ങി പോവാ. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ആൾക്കാര് നമ്മൾ കുറ്റം പറയുന്നത് അത് നോക്കണ്ട, എനിക്ക് ആവശ്യമില്ല. കാരണം എന്നെ ഉണ്ടാക്കിയതും എന്നെ ജനിപ്പിച്ചതും എന്റെ കർമ്മം തന്നതും എല്ലാം മുകളിലിരിക്കുന്ന തമ്പുരാനാണ്. ഈ ഡാൻസ് അല്ലേ? അതെ. സത്യം പറയട്ടെ, ആ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ, എനിക്ക് അസൂയുണ്ട്. ഉള്ള ആരെയൊക്കെ മുഖത്ത് നോക്കി പറയാം, മുഖത്ത് നോക്കി ആരും ഒന്നും പറഞ്ഞിട്ടില്ലെന്നുള്ളത്. എനിക്ക് അസൂയുണ്ട്, കാരണം എനിക്ക് കളിക്കാറില്ല. എന്റെ ശരീരം പോലും അങ്ങനെ വളരത്തില്ലെന്നല്ല വഴങ്ങത്തില്ല. കാരണം ഒരു കൈ നമ്മളിങ്ങനെ വെക്കുന്നിടത്ത് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൈ ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? എനിക്ക് വഴങ്ങത്തില്ല, എനിക്ക് പറ്റാത്തൊരു കാര്യം. പക്ഷെ ഞാൻ ഇങ്ങനെ അതിശയിച്ചിട്ടുണ്ട്, എന്റെ പോയി എന്ത് രസമായി ഇവർ കളിക്കുന്നതാണ്. അതായത് ഡാൻസിൽ തന്നെ ഇപ്പോഴാണ് കുറേ ഐറ്റം ഉണ്ട്. അതായത് പണ്ടൊക്കെ പറയും ഒരു ഭരതനാട്യം, കുച്ചിപ്പുടി, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഡാൻസ്, എല്ലാം ബ്രേക്ക് ഡാൻസായി. ഇപ്പൊ അതൊക്കെ മാറി, കണ്ടംപററി ആയി, മറ്റേ എന്താ പെർഫോമൻസ് ആയി, ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് റംസാൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ചെയ്യുന്ന ആ സാധനം ഇല്ലേ, കായും കാലൊക്കെ ഇട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ആ ഡാൻസ് എന്ന് പറയുന്നിടത്ത് എനിക്ക് ചില ഈ ഷോസിലൊക്കെ കാണത്തില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്ടിവിറ്റി കാണിക്കത്തില്ല, എടുത്തെറിഞ്ഞ് പൊക്കിച്ചാടി. എനിക്കതിന്റെ പേരറിയില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര എനിക്കതെന്തോ ഒരു ഇത്, കാരണം അതിൽ ഡാൻസ് ഫോം ഇല്ലാന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിൽ മൊത്തം ഈ സർക്കസിന്റെ അഭ്യാസം പോലെ തോന്നുന്ന ഒരാളാണ് എനിക്ക്. പക്ഷെ ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇറ്റ്സ് പ്യുവർലി പെർഫോമൻസ്. ഈ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ അതോ ഈ ഓട്ടോമാറ്റിക്കലി ബൈ ഇൻബോൺ ടാലന്റ് ആണോ? ആക്ച്വലി എന്റെ അമ്മ പറയാറുണ്ട്, ഞാൻ ചെറിയ പ്രായത്തിലുള്ള സമയത്താകുമ്പോഴത്തേക്ക് എന്റെ അമ്മ നമുക്ക് പണ്ടൊക്കെ ഉണ്ടാകുന്ന ചിത്രഗീതം പോലത്തെ പരിപാടികളായിരുന്നു ദൂരദർശൻ. അപ്പൊ ചിത്രഗീതം വരുമ്പോൾ നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ചെറിയ സമയത്ത് അമ്മ പറയുന്നേക്കാം, ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഈ രണ്ട് കാലിൽ നിന്നിട്ട് തുള്ളും, പാട്ട് കേട്ടിട്ട് തുള്ളും. അപ്പൊ അങ്ങനെയാണ് എന്നെ അമ്മ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുവന്നാക്കുന്നത്. അപ്പൊ ചെറുപ്പത്തിലേ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഒരു 7 വർഷം ഞാൻ ഡാൻസ് പഠിച്ചു. അതിപ്പോ കുറേ നാളായി ഞാൻ അത് നിർത്തിയിട്ട് തന്നെ, അതിന്റെ എല്ലാ ടച്ചും വിട്ടുപോയി. പക്ഷെ എന്തോ സർവേശ്വരൻ എനിക്ക് എന്തോ ഒരു ഇൻബോൺ ടാലന്റ് തന്നു എന്നാണ് എന്റെ മനസ്സിൽ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഈ കുറച്ച് ഡാൻസ് അഭ്യസിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് ഇത്രയും നന്നായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട് നല്ല. എനിക്ക് ശോഭന മാം ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മഞ്ജു വാര്യർ ആയിക്കോട്ടെ, അവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ സുധി നൃത്തപ്രിയൻ എന്നൊക്കെ പറയുന്ന ഒരു ചേട്ടനൊക്കെ എത്ര മനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്നു, ഭയങ്കര നല്ല ലാസ്യഭാവത്തോടുകൂടി. ലാസ്യഭാവം മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ തീശിൽ വെച്ചിട്ട്, അതായത് ആ ഒരു കോൺസെപ്റ്റ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡാൻസ് പറഞ്ഞാല് ശ്രീരാഗമോ എന്നൊരു ഡാൻസ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിക്കാരൻ കളിക്കുന്നത്. അപ്പം അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല. പിന്നെ
ഞാൻ പറഞ്ഞ പോലെ ഈശ്വരന്റെ എല്ലാം ഒരു മാജിക്കലായിട്ട് പോകുന്നു അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പോർഷൻ നല്ല രസമാണ്. ഇങ്ങനെ ചില നമ്മൾ ഈ കഴിഞ്ഞ റീല് കണ്ടിരുന്നു, ഒരു പയ്യൻ ഇങ്ങനെ വെച്ചിട്ട് ബെല്ലി ഡാൻസ് കളിക്കുന്നത്. ഹായ്, നല്ല രസമായിരുന്നു. നമുക്ക് പറ്റാത്ത കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മനുഷ്യ കുശുമ്പ അതെന്താന്നറിയില്ല, പിന്നീട് വാവ് പറയാൻ പറ്റത്തുള്ളൂ. ഓ എനിക്ക് പറ്റില്ല, ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, വാവ്. കുറ്റം പറയുന്നല്ല, നമുക്ക് പറ്റാത്ത മറ്റൊരാൾ ചെയ്യുമ്പോ മനുഷ്യ സഹജം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതൊക്കെ പോട്ടെ, വേറൊരു വലിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ആക്ട് ചെയ്യുമ്പോൾ, അതായത് ഭയങ്കര നമ്മൾ ഓട്ടോമാറ്റിക്കലി മിഥുന്റെ റീൽസ് നമുക്ക് കാണുമ്പോൾ നമ്മളോട് സംസാരിക്കുന്നുള്ള തോന്നുന്നു. കാരണം അപ്പുറത്തിരിക്കുന്ന ആൾ അവിടെ ഉണ്ടെങ്കിൽ കൂടി മിഥുനെ മാത്രം ക്ലോസപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നുള്ള തോന്നുന്നു. ആർക്കെങ്കിലും പ്രണയം പെൺകുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ആരോടും ഒന്നാമത്തെ കാര്യം ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാറില്ല. നാം ചേച്ചിയോട് പറഞ്ഞ പോലെ കഴിഞ്ഞാൽ അത് വലിയ ജാടയായിട്ടോ അല്ലെങ്കിൽ ഒന്നും കൊണ്ടല്ല ഞാൻ റിപ്ലൈ കൊടുക്കാത്തത്. എൻ്റെ സന്തോഷത്തിൽ ഞാൻ ചെയ്തെടുക്കുന്നു, ആൾക്കാർ കാണുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് അവർക്കൊക്കെ റിപ്ലൈ ഇപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് ഭയങ്കര എന്താ പറയുക, ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിക്കഴിഞ്ഞാൽ, മിസ്റ്റേക്ക് പറ്റുകയെന്നല്ല, ഐ മീൻ നമ്മുടെ ഭാഗത്ത് ചിലപ്പം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം, നമ്മൾ ആ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ ഇന്റർവ്യൂവിൽ പോലും ഞാൻ സംസാരിക്കുന്നത് അത്രയും കെയർഫുൾ. ഇപ്പം നമ്മൾ അതാ പറയും, നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നാലും നമ്മളൊരു സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നാലും നമ്മൾ ഭയങ്കര കോഷ്യസ് ആവും അല്ലേ, ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ട് നമ്മൾ എന്ത് പറയണം എന്നൊരു ഒരു മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുക. അതേ കൂട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ആർക്കും മെസ്സേജ് അയച്ചാൽ, ചിലപ്പോൾ ഒരു അൺനോൺ പേഴ്സൺ ആയിക്കോട്ടെ, ആരായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ അൺനോൺ പേഴ്സണ് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് മെസ്സേജ് അയക്കുക. ഞാൻ ഇതൊരു ആർക്കും അയച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ, പണ്ട് മുതൽക്കുള്ള എല്ലാം ചേച്ചിമാരാണ്. രാധ ചേച്ചി, അങ്ങനെ രമ്യ ചേച്ചി, പിന്നെ പ്രവീൺ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. ഞങ്ങളിപ്പോഴും കോൺടാക്റ്റിലുണ്ട്. വല്ലപ്പോഴൊക്കെ വിളിക്കെങ്കിലും പക്ഷെ ഞങ്ങൾ കോൺടാക്റ്റിൽ ഇപ്പോഴും പോകുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ആൾക്കാരോട് ഞാൻ ഇപ്പോഴും കോൺടാക്റ്റ് അല്ലാണ്ട് പുതിയതായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മെസ്സേജ് പെട്ടെന്ന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെ ഓപ്പോസിറ്റ് ആൾക്കാർ റിയാക്ഷൻ സോറി ഐ മീൻ പെൺകുട്ടികളുടെ മെസ്സേജ് ആൺകുട്ടികളും ചെയ്തിട്ടുണ്ട്, പെൺകുട്ടികളും ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നി. കാരണം ഞാനത് ഇതായിട്ട് ചോദിച്ചതല്ല, എനിക്ക് എന്നെ കാണുമ്പോ ഒരു ഫീൽ വരും, നല്ല രസമുണ്ടല്ലോ നമ്മളോട് ചോദിക്കും. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മുഖത്തൊരു നാണവും ചിരിയും വരും. അതായത് ചില പെൺകുട്ടികൾ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് പറയും, ചേട്ടാ ഈ നമ്പറിലോട്ടൊന്ന് വിളിക്കാമോ, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെങ്ങനെ ഒരു റീല് കണ്ടിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുക. അതിൽ ചില ഫേസ്ബുക്കിലായിക്കോട്ടെ ഒരുപാട് ആൺപിള്ളേർ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, ഇഫ് മിഥുൻ ഇഫ് യു ആർ എ ഗേൾ ഐ വുഡ് ലൈക്ക് ടു മാരി യു, ലൈക്ക് എനിക്ക് നിന്നെ വിവാഹം കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരിക്കും, എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കും. പാർട്ട്ണർ ഉണ്ടോ, അല്ലെങ്കിൽ നിനക്ക് കല്യാണം കഴിക്കുന്ന ആഗ്രഹമുണ്ടോ, നമുക്ക് തമ്മിൽ പ്രണയമായാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാനതിന് അമ്മയോടും പറയാറുണ്ട്. അമ്മ അറിയാം, മോനെ അവരൊക്കെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തേക്കെന്ന് പറയും. ചില പെൺകുട്ടികളും അമ്മയുടെ നമ്പർ എങ്ങനെയോ തേടി പിടിച്ചൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ഞങ്ങളത് ബ്ലോക്ക് ചെയ്യാറാണ് പതിവ്.